ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ വൈജയുടെ ആങ്ങളമാരൊക്കെ വരുന്നുണ്ട്, അലീനെ പുറത്താക്കാൻ വരുന്നുണ്ട്. പക്ഷെ ബാലചന്ദ്രൻ അതിന് സമ്മതിക്കുന്നില്ല. ബാലചന്ദ്രൻ അവരോടൊക്കെ ദേഷ്യപ്പെട്ട് മേലേക്ക് പോകുന്നു. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണച്ചമ്മോൾ സ്കൂൾ വിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് രാജീവൻ പറയുന്നുണ്ട്, നീ പോയിട്ട് മേലെ നിന്ന് അലീനോട് വരാൻ പറ, ഞങ്ങൾക്ക് അവളോട് കുറച്ച് സംസാരിക്കാണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും കൃഷ്ണച്ചമ്മോൾ മേലെ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജയോട് ഏട്ടന്മാർ പറയുന്നുണ്ട്, എന്തായാലും ഈ പ്രശ്നത്തിന് ഞങ്ങളൊരു പരിഹാരം കണ്ടിട്ടേ ഞങ്ങൾ തിരിച്ചു പോകും. കോടതി എങ്ങനെ കോടതി, കേസ് എങ്ങനെ കേസ്, എന്തായാലും നീ പോയിട്ട് കേസ് ഫയൽ ചെയ്യാൻ, നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോകാം. എന്തായാലും ഞങ്ങൾ അലീനെ പുറത്താക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ രേവതിക്കുട്ടി ഗ്രേസിയമ്മോട് പറയുന്നുണ്ട്, അലീന ചേച്ചി എന്താ അറിയോ ആൻറ്റി നമ്മളൊപ്പം വരാത്ത, ബാലചന്ദ്രൻ ഞങ്ങളെല്ലാം അറിഞ്ഞു ഇത്ര, വൈജ മാഡത്തിൻ്റെ മോളാണ് അലീന ചേച്ചി എന്ന് അറിഞ്ഞു, വൈജ മാഡം പ്രസവിച്ച് ഉപേക്ഷിച്ച മോളാന്ന് എല്ലാം അറിഞ്ഞു ഇത്ര, അതുകൊണ്ടാണ് ബാലചന്ദ്രൻ അങ്കിൾ പേടിച്ചിട്ടാണ് നമ്മളൊപ്പം വിടാത്ത, അവരുടെ ഏട്ടന്മാരെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണ് നമ്മളൊപ്പം വരാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അലീന ചേച്ചി ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. ബാലചന്ദ്രൻ അങ്കിളിനെ അച്ഛാണ് അത്ര വിളിക്കണേ, അച്ഛാന്ന് വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അച്ഛാന്നാണ് വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ എനിക്ക് അസൂയാവുന്നുണ്ട്. ഗ്രേസി അമ്മോട് പറയാം, ആൻറ്റി എനിക്ക് ഒരു പ്രാവശ്യം മാമച്ച അങ്കിളിനെ അച്ഛാന്ന് വിളിക്കണം, ഞാൻ വിളിച്ചോട്ടെ എന്നൊക്കെ പിടിച്ച് പ്ലീസ് ഞാൻ കാല് പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്, അതിനെന്താടി നീ വിളിച്ചോ, ഒരു വട്ടമല്ല 100 വട്ടം വിളിച്ചോ എന്നൊക്കെ നമ്മുടെ മാമച്ചൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടിക്കാണെങ്കിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ മനു വരുന്നുണ്ട്, ബാലചന്ദ്രൻ അങ്കിൾ എന്തങ്ങനെ പെരുമാറണം, എല്ലാവരോടും ഇങ്ങനെ എന്താ പെരുമാറണം എന്നൊക്കെ സംസാരിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാലചന്ദ്രൻ അങ്കിൾ എല്ലാം തുറന്ന് പറയുന്നുണ്ട്, നിൻ്റെ ആൻറ്റി പ്രസവിച്ച മോളാണ് അലീന, പിന്നെ ഞാൻ അവളെ എന്താ ചെയ്യേണ്ടത് നീ പറ, ഞാൻ അവളെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ നമ്മുടെ മനു ആണെങ്കിൽ പൊട്ടി കരയുന്നുണ്ട്. അങ്കിളിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞിട്ട്, സോറി അങ്കിളെ, ഇതൊന്നും അറിയാതെയല്ലേ ഞാൻ ഇതൊക്കെ അങ്കിളിനോട് ഒരുമാതിരി ദേഷ്യപ്പെട്ട് സംസാരിച്ച്, എന്നോട് ക്ഷമിക്കുക അങ്കിളെ എന്ന് പറഞ്ഞാൽ, അത് പോട്ടെ സാരല്ല എന്നൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും മനു ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അലീനൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അലീനാണെങ്കിൽ ഒന്നും പറയാതെ അങ്ങോട്ടും കൂടെ നടക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.